നമ്മളോടൊപ്പം ഇനി ചേരുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ജാഗ്രതാ സമിതിയിലെ ശ്രീ UM കബീറാണ്. ശ്രീ കബീർ, മെഡിക്കൽ കോളേജുകളിൽ, സർക്കാർ ആശുപത്രികളിൽ കാര്യങ്ങൾ ഭദ്രമാണോ? സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതലായി ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ ചികിത്സാ സംവിധാനത്തിൽ കുറേയേറെ അപര്യാപ്തതകളുണ്ട്. ഒരു കാഷ്വാലിറ്റിയിലേക്ക് ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ വരുമ്പോൾ പ്രധാനമായ ഡോക്ടർമാരില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പ്രധാനപ്പെട്ട ഡോക്ടർമാർ ആരും തന്നെ ഇല്ലാത്ത സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. രോഗി എത്തിക്കഴിഞ്ഞാൽ അവർ സാമ്പത്തികമായിട്ട് വളരെയേറെ പിന്നോക്കാവസ്ഥയിലുള്ള രോഗികളാണ് മിക്കവാറും നമ്മൾ ഈ മെഡിക്കൽ കോളേജുകളിൽ എത്തുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ പ്രാഥമികമായ ചികിത്സകൾക്ക് പോലും ഇപ്പോൾ ECG എടുക്കേണ്ടി വരും, ബ്ലഡ് പരിശോധിക്കേണ്ടി വരും, CT എടുക്കേണ്ടി വരും, എക്സ്റേ എടുക്കേണ്ടി വരും. ഇതിനൊക്കെ തന്നെ പണം അടയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് മെഡിക്കൽ കോളേജിൽ ഉള്ളത്. ഇത് രോഗികളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഡോക്ടർമാർ ഇല്ലാത്തതുകൊണ്ട് ഒരു ഗുരുതരാവസ്ഥയുള്ള രോഗി വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ കുറവ് അവരെ വളരെയേറെ, കാരണം ഒരു രോഗി വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടാകുന്ന മാനസികാവസ്ഥ നമുക്കറിയാം. അപ്പോൾ ഡോക്ടർമാർ ഒരുപക്ഷെ തട്ടിക്കയറിയാൽ അവരുടെ ആ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുവാൻ ഡോക്ടർമാർ കഴിയുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. അവർ പെട്ടെന്ന് പ്രകോപിതരാകുന്നൊരു സാഹചര്യം ചില ഡോക്ടർമാർ, എല്ലാവരെയും പറയുന്നില്ല, ഉണ്ടാകുന്നു. അത് പോലീസ് കേസിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡോക്ടേഴ്സിന് അനുകൂലമായ ഒരു നിലപാടാണ് നിയമം മൂലം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രോഗികൾ റിമാൻഡിൽ പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു മരണമടഞ്ഞ് കിടക്കുന്ന ഒരു മാതാവോ പിതാവോ മരണമടഞ്ഞ് കിടക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള, കാരണം രോഗി വരുമ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചെന്ന് വരാം. ചിലപ്പം മതിയായ ചികിത്സ കിട്ടിയില്ല, അല്ലെങ്കിൽ ഡോക്ടർ ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ CTക്ക് പണം അടക്കാനില്ലാത്തതുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും രോഗികളുടെ ഭാഗത്തു നിന്നും ഒരു അല്പം ഒരു റഫായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാകും. പക്ഷേ അതിൻ്റെ പേരിൽ പരാതി കൊടുത്ത്, പോലീസിൽ പരാതി കൊടുത്ത് റിമാൻഡിൽ പോകുന്ന സാഹചര്യം പോലും പല മെഡിക്കൽ കോളേജുകളിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വലിയ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അല്ല ശ്രീ UM കബീർ, മറ്റ് സൗകര്യങ്ങളെക്കുറിച്ച്, അതായത് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാര്യമൊക്കെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞല്ലോ. അത് യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഉപകരണമില്ല, മാത്രമല്ല പിന്നെ അവിടെ പല രോഗികൾക്കും അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർ പറയുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കണമെന്നാണ്, അല്ലെങ്കിൽ എങ്ങനെ പരിഹരിക്കാമെന്നാണ് താങ്കൾ കാണുന്നത്? അതിന് എന്ത് നിർദ്ദേശമാണ് താങ്കൾക്കുള്ളത്? നമ്മുടെ മെഡിക്കൽ കോളേജുകൾ പൊതുവെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും വളരെയേറെ കുറവാണുള്ളത്. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തൊറാസിക് സർജറി വിഭാഗം ഡോക്ടർമാരെല്ലാം വില്ലിംഗ് ആണ്. പക്ഷേ ഒരു 10 നഴ്സുമാരെ അവിടെ പുതുതായി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ആഴ്ചയിൽ 2 സർജറികളാണ് നടക്കുന്നത്. ബൈപ്പാസ് സർജറി 2 മാത്രമാണ് നടക്കുന്നത്. അത് 6, 7, 8 ആക്കി മാറ്റുവാൻ കഴിയും. ഇപ്പോൾ തന്നെ നിലവിൽ 65ഓളം രോഗികൾ ബൈപ്പാസ് സർജറിയും പ്രതീക്ഷിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. ഒരുപക്ഷെ അവർക്ക് മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഗുരുതരാവസ്ഥയുള്ള രോഗികളെ ബൈപ്പാസ് സർജറിക്ക് വിധേയമാക്കേണ്ടി വരുന്നത്. അപ്പോൾ കൃത്യമായി മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണം, അതുപോലെ തന്നെ നഴ്സുമാർ വേണം, മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫിനെയൊക്കെ നിയമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ, പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കുന്ന ഒരു സംഭവം പല മെഡിക്കൽ കോളേജിലും കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആരോഗ്യകരണ പദ്ധതി നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ആരോഗ്യപരിണ പദ്ധതി നടപ്പിലാക്കുന്നില്ല. ഒരു 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നിഷേധിക്കുന്നൊരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ഈ അടുത്ത് തന്നെ ഒരു പ്രസവത്തോടനുബന്ധിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു ലേഡി, അവർക്ക് ആ കുഞ്ഞിന് 2 ട്വിൻസാണ്. അപ്പോൾ ആ കുഞ്ഞിന് ഒരു ട്യൂബ് വേണം, അതിന് 15,000 രൂപ വില വരുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിൻ്റെ ശ്രമഫലമായിട്ട് ഒരു കുട്ടിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അടുത്ത കുട്ടി ആ ട്യൂബ് പ്രതീക്ഷിച്ച് കഴിയുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് പിന്നെ അവർ പ്രസവിച്ചതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മെഡിക്കൽ ഉപകരണങ്ങളും സാധനങ്ങളും കിട്ടാത്ത, മെഡിസിൻ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. പണമില്ല എങ്കിൽ ചികിത്സ കിട്ടുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. അത് ആരോഗ്യവകുപ്പ് വളരെ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ മെഡിക്കൽ കോളേജുകളിൽ നടത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 മാസത്തിനിടയ്ക്ക് 6249ഓളം രോഗികൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും മാത്രം ഡാമ പോയിട്ടുണ്ട്. അതായത് ഇവിടെ ചികിത്സിക്കാൻ സൗകര്യം, ഒന്നിൽ IC കാണത്തില്ല, അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സ ലഭിക്കുന്നില്ല. അത്തരത്തിൽ 6249ഓളം പേർ കഴിഞ്ഞ 10 മാസത്തിനിടയ്ക്ക് സ്വകാര്യ ആശുപത്രി അഭ്യന്തരി പോയിരിക്കുകയാണ്. അവിടെ പോകുമ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ ഒരു ആവേശത്തിന് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരും. ആ ചിലവ് വരുമ്പോൾ താങ്ങാനാകാതെ തിരിച്ചു ഒന്നുകിൽ ആ രോഗിയെ മരണത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വീടുകളിലേക്കോ അല്ലെങ്കിൽ വീണ്ടും മെഡിക്കൽ കോളേജിലേക്കോ വരാൻ നിർബന്ധിതരാകുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് സ്ഥിരമായി നമ്മളത് കാണുന്നതാണ്. അതുപോലെ തന്നെ ICയുടെ ബെഡ് അഭാവം.
ഏകദേശം ഒരു 80ഓളം ബെഡുകളാണ് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുള്ളത്. ഈ ICU ബെഡ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വിളിച്ചു ചോദിച്ചാൽ പോലും അവിടെ ICU ബെഡ് കാണില്ല. കാരണം അത്രയേറെ രോഗികളുടെ ആധിക്യം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ICU ബെഡ് ഇല്ലാത്തതുകൊണ്ട് വേറെ യാതൊരു മാർഗവുമില്ല. അവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ നിർബന്ധിതരാവുകയാണ്.